ഇതുപോലെയുള്ള വന്യജീവികള് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. അത്തരത്തിലുള്ള സർക്കാരിന്റെ ആളുകൾ കൂകിത്തോപ്പിച്ചിട്ട് കാര്യമില്ല. എവിടെ വിടുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. തൊട്ടടുത്ത് വിടാൻ പാടില്ല, തൊട്ടടുത്ത് വിടാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ സർക്കാരിന്റെ ആളുകള് വന സംരക്ഷണ നിയമം ഉണ്ടാക്കിയാൽ പോരാ. ഇത്തരത്തിലുള്ള വന്യജീവികളെ ഇവരിവിടുന്ന് പിടിച്ചിട്ട് അവിടെ കൊണ്ടുവിടുന്നതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും മറുപടി വേണം. പിടിച്ചു കൊടുത്തതല്ല, കുടുങ്ങിയതാണ്. എവിടെ വിടുമെന്ന് അറിയണ ജനങ്ങളെ അവകാശമാണ്. കണ്ണൂർ ജില്ലയെ വിടരുത്. ഇതിന് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് വർത്തമാനം പറയല. ഫാമിൽ 4 ആൾ ആന കുത്തിയിട്ടുണ്ട്. ഇതാരും പിടിച്ചതല്ലോ. പുലി വന്ന് കുടുങ്ങി. ആ പുലിനെ എവിടെ വിടുന്നു എന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തിന്റെ ഒരു ചോദ്യമാണ്. DFOയോട് എവിടെയാണ് വിടുന്നത് എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് ചോദിക്കുന്നത്. ഈ പുലിയെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടർന്ന് വിടരുത്. ജനവാസ ടൗണിന്റെ മധ്യഭാഗത്ത് പുലി വന്നിട്ട് ഇത് തന്നെ കുടുങ്ങിപ്പോയതാണ്. നേരത്തെ പറഞ്ഞു ഇത് ഇരിട്ടി മേഖലകളിൽ അടക്കം ഇത്തരം പുലിയെ കണ്ടുവന്ന് പിടിക്കുമ്പോൾ മാത്രം പുലിയാന്ന് സ്ഥിരീകരിക്കാം. അല്ലെങ്കിൽ കാട്ടുപൂച്ച എന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിവാക്കി വിടുക ചെയ്തത്. കാണുമ്പോ പിടിക്കുമ്പോ മാത്രമാണ്, ഇതുപോലെ കെണിയിൽ വീഴുമ്പോ മാത്രമാണ് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. അല്ലാത്ത സമയം മുഴുവൻ ഇത് വേറെ ജീവികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിനെ ഒഴിവാക്കി വിടുകയാണ്. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഏതെങ്കിലും മന്ത്രിമാരടക്കം ഇവിടെ കയറി വരുന്നുള്ളൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തേണ്ടവരാണ് ഇവര്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം കാത്തു നിന്നിട്ട് DFOനോട് ചോദിച്ചത് എവിടെയാണ് ഇതിനെ കൊണ്ടുപോയതിനു ശേഷമുള്ള ചോദ്യമാണ് എവിടെ വിടുമെന്നുള്ളത്. DFOക്ക് എവിടെ വിടുമെന്ന് പറയാൻ കഴിയുന്നില്ല, എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയാൻ കഴിയില്ല. ആ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇത് ഞങ്ങളുടെ ആവശ്യം. ജനങ്ങൾക്ക് വീണ്ടും ഈ പുലി ഒരു ഭീഷണിയായി വരരുത്. ഇതുപോലെയുള്ള ജനജീവിതം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഈ പുലി വീണ്ടും വരരുത് എന്നുള്ള സ്വാഭാവികമായ ആശങ്ക ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ടൗണിന്റെ ഏറ്റവും അടുത്ത ജനവാസ കേന്ദ്രത്തിൽ ഒരു പുലി വന്ന് അത് സ്വയം കുടുങ്ങി. ആ പുലി വന്ന് കുടുങ്ങിയ പുലിയെ ഇനിയും ജനവാസ കേന്ദ്രത്തിൽ വരാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നുള്ള സ്വാഭാവിക സംശയത്തെ കുറിച്ചാണ് ഞങ്ങൾ